Q and calling. Suspect spotted, sir. இந்த வழியா வந்துட்டு இருக்கா சார். ஓகே. என்ன சார் இது? വാട്ട്സ് മാറ്റർ? മുത്തുവേലു, you are under arrest. എന്റെ പേര് മുത്തുവേലു എന്നല്ല, എന്റെ പേര് സാം അലക്സാണ്ടർ എന്നാ. ഞാനൊരു വർക്ക്ഷോപ്പിലെ മെക്കാനിക്. ഞാൻ എന്റെ ലൈസൻസ് കാണിച്ചു തരാം. അയ്യോ, ദാ എന്റെ ലൈസൻസ്. സാർ നാമ തേരാളി ഊരില്ല സാർ. സാറിന് മിസ്റ്റേക്ക് പറ്റിയതാ. എന്റെ പേര് സാം അലക്സാണ്ടർ, സാംസ് ഗരാജിന്റെ ഓണറാ. സാറ് കൈ കാണിച്ചപ്പോ നിർത്താതെ പോയത് ഞാൻ ഈ വണ്ടിയുടെ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യായിരുന്നു. നാളെ റേസിന് പോകേണ്ട വണ്ടിയാ, അതാ നിർത്താതെ പോയത്. അയ്യോ അയ്യോ സാർ, ഡോണ്ടേ. Follow him. Reverse. Come on, quick, fast. Thank you, Mr. സാം അലക്സാണ്ടർ. നിങ്ങൾ വലിയൊരു സഹായമാണ് ഗവൺമെന്റിന് ചെയ്തത്. I will recommend you for reward. താങ്ക് യു സാർ. എനിക്ക് റിവാർഡൊന്നും വേണ്ട. ഇതിന്റെ എല്ലാ ബഹുമതികളും സാർ എടുത്തോണം. പക്ഷേ സാർ, ഈ പോലീസ് വണ്ടികളുടെ ഒന്നും കണ്ടീഷൻ ശരിയല്ല. ഇപ്പൊ ഇതിന്റെ ഒന്ന് റേസ് ചെയ്തേ. അതിന്റെ കാർബറേറ്റർ ശരിയല്ല. അതിന്റെ കേട്ടോ, അതിന്റെ സൈലൻസർ മിസ്റ്റേക്ക് ആണ്. പിന്നെ ആ രണ്ട് വണ്ടികൾ ഓടിക്കാനേ കൊള്ളില്ല. അപ്പോ ഈ വണ്ടികളുടെ പണി സാംസ് ഗരാജിന് തരികയാണെങ്കിൽ ഞങ്ങളുടെ ടെക്നിക്കൽ എഫിഷ്യൻസി കാണിച്ചതിനെ സൂപ്പർ കണ്ടീഷൻ ആക്കി തരാം. ഓക്കെ, താങ്ക് യു സാർ. അയ്യോ, കാലുപിടുത്തത്തെ പറ്റി കേട്ടിട്ടുണ്ട്, കാലുപിടുത്തം കണ്ടിട്ടുണ്ട്. പക്ഷെ കാല് കൈ വെച്ചോണ്ട് നിൽക്കുന്ന രണ്ട് കോന്തന്മാരെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. തെറിയാടാ, വാടകക്കാലാണ്. നാടകത്തിലെ വേതാളത്തിന് ഉപയോഗിക്കേണ്ട കാലാണ്. കാറ് വീണോ തകർന്നു, ഇനി ഇത് എറിഞ്ഞുകൂടി തകർക്കാതെ ഇത് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ അലക്സ് ഊട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എടുക്കണത് ഭദ്രമായിട്ടാണ് ഇതെടുത്ത് കാറിന്റെ അടിയിൽ തിരികെ വെച്ചത്. അതാണ് ടെസ്റ്റിംഗ്. എന്ത് കാലോ? അല്ലടോ, നിങ്ങളിൽ ആർക്കൊക്കെ ജാക്കി വെക്കാൻ അറിയാമെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് ഇന്ന് വെളുപ്പിനെ വന്ന് ഈ കാർ ജാക്കി വെച്ച് പൊക്കാൻ പറഞ്ഞു. ആരാടാ ജാക്കി വെച്ചത്? ഞങ്ങൾക്കൂടെ പണി കൂടില്ല, അതുകൊണ്ടാ പയ്യനെ ഏൽപ്പിച്ചത്. അയ്യോടാ, പണി പഠിക്കാൻ വന്ന് ഈ പഞ്ഞി പയ്യനെ കൊണ്ട് ആദ്യം ജാക്കി തന്നെ വെപ്പിക്കണോടാ. എന്റെ സ്വന്തം കാലായിരുന്നെങ്കിൽ ഞങ്ങളത് ആഘോഷിച്ചേനെ. അതെ, വണ്ടികളൊക്കെ അവിടെ ഇട്ടേരെ. നാളെ വൈകുന്നേരം വന്ന് കൊണ്ടുപോവാ. ശരി. ഈ വർക്ക്ഷോപ്പിലെ വർക്ക് മുഴുവൻ ഞാൻ തന്നെ ക്യാൻവാസ് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്വന്തം സ്ഥാപനമാവുമ്പോ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതെ, അല്ല, നാളെ വൈകുന്നേരത്തിനകം ഈ വണ്ടികളൊക്കെ എങ്ങനെ റെഡിയാക്കി കൊടുക്കും? വളരെ ബുദ്ധിമുട്ടാണത്. ഹാർഡ് വർക്ക് ചെയ്യണം.
വെറുതെ ശമ്പളം വാങ്ങിച്ച് വെറുതെ ഇരുന്നാ പോരാ. പകല് മുഴുവൻ ഈ വർക്ക്ഷോപ്പിലെ പണിയും രാത്രി നിന്റെ നാടകത്തിന്റെ റിഹേഴ്സലും സ്വസ്ഥമായിട്ടൊന്ന് വണ്ടിയുടെ അടി കിടന്ന് ജോലി ചെയ്യാന്ന് വെച്ചാൽ കാല് വാരാൻ കുറെ കാലമാണ്. അതെ ആര് കാല് വാരും? എത്ര ഇലക്ഷൻ വന്നിട്ടില്ല? കാലുവാരലൊന്നും നടക്കില്ല. അതിനു വേണ്ടിയുള്ള ഒരു കൊളാബറേഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കാലുവാരി പോലും. കാല് വാരാൻ ഒരുത്തി കുറ്റിയും പറിച്ച് പോയിട്ടുണ്ട് വീട്ടിലോട്ട്. ആര്? നാടക നടി കൊട്ടാരക്കര കോമളം. അയ്യോ, ഓ വീട്ടിലോട്ട് ചെല്ല ആരിയും. എടി സോണി, നിനക്ക് ആ മേശപ്പുറത്തെങ്ങാനും പോയിരുന്ന് കഴിച്ചുകൂടായോ? ഹോ, എനിക്ക് വയ്യ. ഇത് അവളായിരിക്കും കൊട്ടാരക്കര കോമളം. ഈ ഇച്ചാച്ചൻ എവിടെ പോയി കിടക്കുക? ഞാൻ ഫോൺ എടുത്ത് മടുത്തു. നീ അവിടെ ഇരിക്കെ, ഞാൻ പോയി അവളോട് 4 വർത്താനം പറഞ്ഞിട്ട് വരട്ടെ. അവന്റെ ഒരു നാടകവും നാടകക്കാരി. ഹലോ, ആരാ? ഞാൻ നാടക ആർട്ടിസ്റ്റ് കോമളം. അലക്സേട്ടന്റെ മദർ അല്ലേ? അലക്സേട്ടന്റെ മദർ അല്ലേ? ശബ്ദം കേട്ടിട്ടെന്താ ഫാദർ ആണെന്ന് തോന്നിയോ? അയ്യോ, അലക്സേട്ടന്റെ അമ്മ തന്നെ. അമ്മയുടെ ഈ തമാശ അലക്സേട്ടനെ കിട്ടിയിരിക്കുന്നല്ലേ? ഇപ്പൊ കുട്ടിക്ക് എന്താ വേണ്ടേ? എനിക്ക് അലക്സേട്ടനെ വേണം. എന്താ? അലക്സേട്ടനെ വേണോന്നോ? അലക്സ് ഇവിടെ ഇല്ലാന്ന് നേരത്തെ വിളിച്ചപ്പോഴും സോണി പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? അയ്യോ മദറെ, അത് എനിക്കൊന്നും കേക്കണ്ട. ഇനി മേലാൽ ഇങ്ങോട്ട് ഫോൺ ചെയ്തു പോകരുത്. ഇവറ്റയ്ക്കൊക്കെ മാനം മര്യാദയില്ലേ? അലക്സേട്ടൻ എന്തുവാടി ഇത്ര കിണിക്കാൻ? അല്ല, അമ്മയുടെ ഭാവാഭിനയം കൊള്ളാം. ഞാൻ ഇച്ചായനോട് പറയാം അമ്മയ്ക്ക് റോൾ തരാൻ. ഓടി ഇവിടുന്ന് വീക്ക് കൊള്ളാതെ. അവനിങ്ങി വരട്ടെ. അവന്റെ നാടകഭ്രാന്തി ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട്. എന്റെ ഈശോ, എന്തായാലും അവള് വീട്ടിൽ വന്നിട്ടില്ല. എന്റെ മുന്നോളം നാശം പിടിക്കാൻ. ഹലോ, അലക്സിയർ. അലക്സേട്ടനാണോ? അതെ. ഓ, ഞാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുന്ന എന്റെ അലക്സേട്ടാ. ഹലോ, പപ്പു മേസ്ത്രിയാണോ? എന്താ പപ്പു മേസ്ത്രി? മനസ്സിലായി. കോമള മേസ്ത്രി എന്താ പറയുന്നത്? ആണുങ്ങൾ സംസാരിക്കുമ്പോൾ നിനക്കെന്താ കാര്യം? അലക്സേട്ടാ? അല്ല, അയ്യോ, അവിടെ പറഞ്ഞല്ല. കോമ അല്ല മേശ്രി, നമ്മുടെ MXW 8844 ഇല്ലേ, അതിന്റെ ബോഡി മിസ്റ്റേക്ക് ആണ്. എന്താണ് ഇച്ചേ നാടകം കളിക്കുന്നേ? ഞാൻ അമ്മയോട് പറയാം. നിന്നെ അയ്യോ അമ്മേ! മിണ്ടരുത്. അയ്യോ, ഈ ഉള്ളവളെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ എന്റെ അലക്സേട്ടാ. അല്ല കോമളം, എന്റെ പേഴ്സ് എടുക്കരുത്. എന്റെ പേഴ്സ് എന്നെ ഒരു കള്ളിയായി മാത്രം കാണല്ലേ എന്റെ അലക്സേട്ടാ. 100 200 ഇച്ചായൻ എഞ്ചിനീയർ വായിക്കാനുള്ളതാ. അതവിടെ വെക്കേ. ഇത് പൾസ്. ഇതാ, ഇനിയെങ്കിലും ഒന്ന് നിർത്തണ്ട കോമളം. അയ്യോ അമ്മ, മേശ്രി കോമസ്ത്രീ. അല്ല അമ്മ, മേസ്ത്രിയാ. അയ്യോ അലക്സേട്ടാ, എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് പേടിയാവുന്നു. എനിക്കും പേടിയുണ്ടടി. ഞാനേ അലക്സിന്റെ മദറാ. എടാ നിക്കടാ അവിടെ. കൊണ്ട നാടകക്കാരികളുടെ കൂടെ കൊഞ്ചാനും കൊഴയും നടക്കുന്ന ഒരുത്തൻ. ഇന്ന് നിർത്തിക്കണം നിന്റെ നാടകം കളി. ഗ്രേസിക്കുട്ടി, തലമുറകളായി കൈമാറി വന്ന ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമാണ് നാടകം. അധികമാരും അറിയാൻ ഇടയില്ലെങ്കിലും അഭിനയ സാമ്രാട്ടായിരുന്ന വണ്ടിപ്പാപ്പന്റെ ധർമ്മഭക്തിയായ ഭവതിയാണോ എന്നോട് ഇങ്ങനെ പറയുന്നത്? ലജ്ജാവഹം. അമ്മേ, ഞാൻ റിഹേഴ്സലിന് പോയിട്ട് വരട്ടെ. വെരി നൈസ്. എടാ മാനസ സരോവരത്തിൽ കൂമ്പി വിടർന്നു നിൽക്കുന്ന ഒറ്റ താമര എന്റെ ശകുന്തള. അകമ്പടിക്ക ഇരുപുറവും 2 നെയ്യാമ്പലുകൾ, അനസൂയയും പ്രിയംവതയും. താതു കണ്ണൻ തവോ ഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ?
എത്തിയില്ലേ ശകുന്തളെ? ശകുന്തള ലജ്ജയോടെ എത്തിയിട്ടില്ല നാഥാ, എത്തിയിട്ടില്ല നാഥാ. എന്റെ നാഥാ. ഇങ്ങനെ വെച്ചേ കൃഷ്ണൻകുട്ടി പ്രോം ചെയ്ത് കേട്ടില്ലേ? ഓ, ദുഷ്യന്തം വന്നാ പിന്നെ ശകുന്തള ദുർവാസാവനെ മൈൻഡ് ചെയ്യൂ. താന്ന് പോടോ കൊച്ചെ. ഇനിയെങ്കിലും പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. താതകണ്ണൻ എവിടെയെന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരു നാണത്തോടെ അടക്കത്തോടെ എത്തിയിട്ടില്ല നാഥ എന്ന് പറയണം. അല്ല ഓടിക്കാൻ ഇങ്ങോട്ട് കയറില്ല വേണ്ട. ഇവിടെ പകല് മുഴുവൻ വായി നോക്കിയിരിക്കുമ്പോ തനിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തൂടെ? പബ്ലിക് ടെലിഫോൺ ബൂത്തിൽ ചെന്നിരുന്ന് ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ല. എങ്ങനെ? ഈ പബ്ലിക് ടെലിഫോൺ ബൂത്തില്ലേ, ആ ബൂത്തിൽ ചെന്നിരുന്ന് ഈ ഡയലോഗ് പഠിപ്പിച്ചു കൊടുക്കാനേ എന്നെ കിട്ടത്തില്ല. പറഞ്ഞ കേട്ടല്ലോ, ബുദ്ധിപ്പോയിരുന്ന ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന്. കൊച്ചെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ എന്നിട്ട് ചാടിക്കരുത്. നമുക്കൊന്നുകൂടെ നോക്കാം. പുറമെടുക്ക്. നോക്കാം. താതകണ്വൻ തപോഭൂവിൽ നിന്ന് ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഇനി മടങ്ങിയെത്തിയില്ലേ ശകുന്തളെ? ഡയലോഗ് പറയൂ. എനിക്ക് അറിഞ്ഞൂടാ. അറിയില്ലേ? ഇന്ന് രണ്ടിലൊന്ന് തീരുമാനം. എവിടെ എന്റെ തന്ത? താരകണ്ണൻ തപോഭുവിൽ താതകണ്ണൻ നിന്റെ എവിടെ നിന്റെ ഒറിജിനൽ തന്ത? കേക്ക് കൊട്ടാരക്കര. ഞാൻ പറഞ്ഞില്ല അവളെ കൊണ്ട് അഭിനയിക്കാനൊന്നും പറ്റൂല. അവക്ക് അതൊന്നും അല്ലടോ പരിചയം. ഓച്ചിറവേലുക്കുട്ടി, സബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ, ഇവരൊക്കെ അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മുമ്പിൽ ഒന്നും അല്ലായിരുന്നു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല ചേട്ടാ, ഇത്രയും വലിയ നിലയിലിരുന്ന ചേട്ടായി പിന്നെ എന്ത് ഇപ്പൊ ഇങ്ങനെ ശുഷ്കിച്ചു പോയത്? എന്തോന്ന് ഇങ്ങനെ കോലം കെട്ട് പോയത് എന്തുകൊണ്ടാണെന്ന്. പ്രാരാബ്ദം. പ്രാരാബ്ദം വേറെ വല്ല പണിക്കും പോണം. നാടകത്തിന് ഇനി എത്ര ദിവസം ഉണ്ടെന്നാ? റിഹേഴ്സൽ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി. ആക്ടിങ്ങിന്റെ കാര്യം പോട്ട്, ഒരൊറ്റ ഡയലോഗെങ്കിലും തന്റെ മോള് നേരെ പറയുന്നുണ്ടോ? ഇതിനെ കൊണ്ട് ഞാൻ എങ്ങനെ സ്റ്റേജിൽ കയറും? മുതലാളി, അത് ഒന്നും പറയണ്ട. ഇപ്പൊ ഇതിനെ കൊണ്ട് ഇവിടെ ഇറങ്ങിക്കണം. അലക്സേട്ടാ, അലക്സൂട്ടി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. ഒന്നും ആലോചിക്കണ്ട. ഇപ്പൊ പെട്ടി എടുത്തോണ്ട് ചതിക്കല്ലേ മുതലാളി. ഒന്നും രണ്ടുമില്ല, 7 പെൺമക്കളാ. വേറൊരു നിവൃത്തിയില്ല ചേട്ടാ. ഇവളുടെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നേ. അലക്സൂട്ടി വരുന്ന വരട്ടെ, നമുക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തു നോക്കാം. അയ്യോ ചേട്ടാ, മേശിരി പറഞ്ഞോണ്ട് ഇന്ന് രാത്രിയോടെ ഞാൻ ചാൻസ് തരാം. നാളെ രാവിലെ ഞാൻ വരുമ്പോ നല്ല മണി പോലെ ഡയലോഗ് പറഞ്ഞില്ലെങ്കിൽ പറയാം, പറയും. താനല്ലടോ, തന്റെ മോള് പറയണം. അതെ, അവള് പറയും. കുട്ടി ഡയലോഗ് പഠിപ്പിച്ചോടാ. പോയിരുന്ന് പഠിക്കണേ. ചതിക്കല്ലേ മുതലാളി. പറഞ്ഞ കേട്ടല്ലോ, എല്ലാം ഭംഗിയാക്കണം, ഇല്ലെങ്കിൽ എന്റെ കട്ടയും ബോർഡും മടക്കും. കോമളം, ദാ നോക്ക്. എന്താ? ഈ ദുർവാസാവ് കൃഷ്ണൻകുട്ടിയുടെ ഹൃദയത്തിലേക്ക് നോക്ക്. ഇതിന്റെ കവാടം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വരൂ പ്രിയേ ശകുന്തളയെ. എന്റെ കൃഷ്ണൻകുട്ടി ചേട്ടാ, ഈ തപോവന ഭൂവിന്റെ സ്വച്ഛന്തതയിലിരുന്ന് സ്വച്ഛമായി മധു നുകരുമ്പോൾ നീ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ ദുഷ്യന്തം കുട്ടി? ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഈ നാടകം കളിക്കാന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അതിന് സ്വപ്നത്തിന് എന്ത് പറ്റി? ഇനി എന്തോന്ന് പറ്റാൻ? ആ കോമളത്തെ വെച്ച് ഇനി അഭിനയിപ്പിക്കാൻ പറ്റില്ല. അവളുടെ ഡയലോഗ് അറിയില്ല, അത് പോട്ടെ. അവളുടെ കുഴഞ്ഞുള്ള നടത്തവും ശൃംഗാരവും മൊത്തത്തിൽ മിസ്റ്റേക്ക്. എനിക്ക് റിഹേഴ്സൽ ക്യാമ്പിലോ സ്വസ്ഥതയില്ല, വീട്ടിലോ സ്വസ്ഥതയില്ല. ഇയാളെന്താ വായും പൊളിച്ചോണ്ടിരിക്കുന്ന കണ്ടതല്ലേ? എവിടെ നിന്ന് കിട്ടി ഇങ്ങനെ ഒരെണ്ണത്തിന്? മേസരി ഇത്തിരി വർക്കത്തുള്ള ഒരെണ്ണത്തിന് കൊണ്ടുവന്നു. നീ മിണ്ടരുത്, തലയിരിക്കുമ്പോ വാലാടരുത്. നിന്നെയും ചേർത്താ പറഞ്ഞ. തലയാടിയാലും വാലാടിയാലും എനിക്ക് നാടകം കളിക്കണം. നാടകങ്ങളൊക്കെ ഞാൻ അതിനൊരു ശകുന്തള വേണം. അത്രേ ഉള്ളോ? ഞാൻ കൊണ്ടുവരും. പണ്ട് ഇതുപോലൊരു വൈദ്യരനെ വന്നപ്പോ ഞാൻ കൊണ്ടുവന്നില്ലേ? അതിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്. എങ്കിൽ വേറൊരെണ്ണത്തിനെ കൊണ്ടുവരാം. നല്ല അസല് വൈജയന്തിമാല. വൈജയന്തിമാല പോലൊരു മോഡലിനെ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ. എന്ത് നാടകം ആവശ്യമുള്ള കാര്യമില്ല. അതെ, എങ്കിൽ കൊണ്ടുവരും. സത്യമായിട്ടും. സത്യമായിട്ടും. എന്താ നോക്കുന്ന? കഥ തുറക്കണേ. എല്ലാ ദിവസവും ഇങ്ങനെ വാതിൽ തുറന്നേരം ഞാനിവിടെ കാണില്ല കേട്ടോ. നീ എവിടെ പോകുന്നു? വല്ല ചെറുക്കനെ കണ്ടുവച്ചിട്ടുണ്ട്? അങ്ങനൊന്നുമില്ല. കന്യാസ്ത്രീയാവും. അയ്യടാ, അത് നടക്കില്ല. നല്ല അന്തസ്സായിട്ട് 101 പവന്റെ ആഭരണവും 3 ലക്ഷം രൂപ സ്ത്രീധനവും കൊടുത്ത് എന്നെ കെട്ടിച്ചാ മതി. മനസ്സിലായോ? അയ്യോ, 101 പവനാ? അയ്യടാ, 101 പവൻ. കേട്ടോ അപ്പ മോളുടെ ഒരു പൂതി? കേട്ടടാ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല ഗ്രേസിക്കുട്ടിക്ക് എത്ര പവൻ കിട്ടി? പോയി കിടന്ന് ഉറങ്ങടാ.
ഒരു മിനിറ്റ്. 2 മിനിറ്റ്. ശ്വാസം വിടല്ലേ. ആയിട്ടില്ല, നിക്കേ. അയ്യോ എന്റെ മുതലാളിയേ, എന്റെ പെണ്ണ് പോയേ. അയ്യോ അയ്യോ അയ്യോ, എന്റെ കാര്യം ഞാൻ ആരോട് പറയും? എന്ത് പറ്റി? എനിക്കിനി ആരാന്നോ? ആരെ? എന്റെ കൊട്ടാരക്കര ഭഗവതി അമ്മേ, എന്ത് പറ്റിയടോ? എന്റെ മോള് പോയ എന്റെ മുതലാളിയേ. എവിടെ എവിടെ? പാതിരാത്രിയിൽ ആ ദുർവാസാവ് എന്റെ മോളെ നാടകം പഠിപ്പിക്കാൻ പറയണോ? നേരം വിളിച്ചപ്പോ എന്റെ പെണ്ണുമില്ല, ദുർവാസമില്ല. ഇതാ ഇത് എഴുതി വെച്ചു, രണ്ടും കൂടെ ഒരു പോക്ക് പോയ എന്റെ മുതലാളിയേ. പ്രിയപ്പെട്ട അച്ഛ, എന്നെ സ്നേഹിക്കുന്ന ഒരു ആത്മാവിനെ ഞാൻ കണ്ടെത്തി. ദുർവാസാവ് കൃഷ്ണൻകുട്ടിച്ചാട്ടൻ. ഞങ്ങൾ പോകുന്നു. ഇതൊരു ഒളിച്ചോട്ടമല്ല, ജീവിതയാത്രയാണ്. എന്നോട് ക്ഷമിക്കണം. ഞങ്ങളെ അന്വേഷിക്കേണ്ട എന്ന് സ്വന്തം മകൾ കൊട്ടാരക്കര കോമള. എന്റെ മോളെ, എന്റെ മാതാവേ. ശകുന്തള ദുർവാസാവിന്റെ കൂടെ ഒളിച്ചോടി പോവാന്ന് വെച്ചാൽ ഒരു പുരാണ ബോധമില്ലാത്ത പെണ്ണായി പോയല്ലോ. കലികാലമല്ലേ മേസ്തിരി, ഇവള് മാറി ഏത് പിച്ചക്കാരന്റെ കൂടെ വരെ ഇറങ്ങി പോകുന്നത്. മേസ്തിരിയുടെ കൂടെ വരെ. അതെ, ആക്കല്ലേ പുത്തമണ്ടേ സ്ലീവർ. അതെ, അതും ഇതും പറയാതെ ഇനി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കാം. ഇനി ആലോചിക്കാനൊന്നുമില്ല. നാടകങ്ങൾ ഇവിടെ വെച്ചങ്ങ് നിർത്തുക. മേശ്ശേരി, പണ്ടായിരുന്നെ വെച്ചിട്ട് ഞാൻ തന്നെ നാടകം കളിച്ചു തരായിരുന്നു. ഇതേ ഹനുമാന്റെ കഥയല്ല, ശകുന്തളയുടെ. ചേട്ടന്റെ മറ്റേ പാർട്ടി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നാടകം നിർത്തണം? മറ്റേ പാർട്ടിയോ? ഏത് പാർട്ടി? വൈജയന്തി മാല. ആ, അവര് കൊള്ളാം. ശകുന്തളയ്ക്ക് പറ്റിയതാ. അവര് വിളിച്ച വരുവോടോ മമ്മൂഞ്ഞെ? എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയും? ആ, അതും ശരിയാ. അവരിപ്പോ MP യോ മന്ത്രിയോ ഒക്കെ അല്ലേ? തമാശ കളിക്കല്ലേ? ഇന്നലെ ബാറിലിരുന്ന് പറഞ്ഞില്ലേ വൈജയന്തി മാല പോലെ ഒരു പെണ്ണുണ്ടെന്ന്? ബാറിൽ ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? മേശ്ശേരി പറഞ്ഞു. പറഞ്ഞില്ലേ? പറഞ്ഞു. അത് വെള്ളത്തിന്റെ പുറത്തല്ലേ? വെള്ളം ഇറങ്ങിയപ്പം ഓർമ്മയും പോയി. ഇനിയിപ്പോ കേറ്റണം. ആ, കേറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നാ. ഓർമ്മ വരുന്നുണ്ടോ? മേശ്ശേരി പറ. പരമേശ്വരി ആരാ സുന്ദരി? പരമേശ്വരി പരമേശ്വരി ആരാ സുന്ദരി? ആരാ സുന്ദരി? നീ ആ ഹോട്ടലിൽ കൊടുക്കുന്ന കാർ തൈരല്ല, കുറച്ച് ഗ്രീസ് എടുത്ത് വെച്ചോ. ഞാൻ ശരിയാക്കാം. ശകുന്തള. അലക്സ് താക്കോൽ. അലക്സ് താക്കോൽ. അലക്സ് അലക്സ് Excuse me. Yes. Oh, sorry. Hi.
താക്കോലി കൊണ്ടുവരണോ കിട്ടി